കോഴിക്കോട് കൊയിലാണ്ടി നന്ദി മേൽപ്പാലത്തിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 10-ലേറെ പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രാഹുൽ KV നൽകും വിവരങ്ങൾ. രാഹുൽ, ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നതായി ദൃശ്യങ്ങളിൽ കാണാനുണ്ട്. യാത്രക്കാരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഹിമ, 40-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. യാത്രക്കാർക്ക്, ഒപ്പം ബസ് ജീവനക്കാർക്ക്. ആർക്കും അത്ര ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. 1:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊയിലാണ്ടി നന്ദി മേൽപ്പാലത്തിന് മുകളിൽ വെച്ചാണ് രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഒന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന സ്വകാര്യ ബസ്സും കൊയിലാണ്ടി ഭാഗത്തു നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ്സുമാണ്. ഈ പാലം കയറി വരുന്ന ബസ് ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്ത് വന്ന് മറ്റു ബസ്സുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിയുടെ ആഘാതത്തിൽ പറഞ്ഞതുപോലെ രണ്ട് ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തന്നെ തകർന്ന സ്ഥിതിയാണ്. യാത്രക്കാരും ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്നാണ് ആദ്യമേ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. 7 പേരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് 4 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊപ്പം 40ഓളം പേരെ നന്ദിയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലുമാണ് എത്തിച്ചത്. മൂക്കിന് ഒക്കെ പരിക്കുള്ള ആളുകളെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ബാക്കിയുള്ള യാത്രക്കാർക്ക് അത്ര ഗുരുതരമായ പരിക്കല്ല. ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും ഈ ബസ്സുകൾ അമിത വേഗതയിൽ ചീറിപ്പായുന്നത് നേരത്തെ തന്നെ നാട്ടുകാർ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയതാണ്. അത്തരത്തിൽ ഒരു അപകടമാണ് നന്ദിയിൽ ഇന്നും ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നു.